യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അതായത് UPI സംവിധാനത്തിൽ വൻ പരിഷ്കാരവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതുവഴി പ്രാഥമിക ഉപഭോക്താവിന്റെ UPI ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഇടപാടുകൾ നടത്താനാവും. പ്രാഥമിക ഉപഭോക്താവിന്റെ അനുമതിയോട് കൂടെയാകും ഇത് സാധ്യമാകുക. അനുമതി ലഭിച്ചയാൾക്ക് പ്രാഥമിക ഉപയോക്താവിന്റെ UPIയിൽ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു പരിധിവരെ UPI ഇടപാടുകൾ നടത്താൻ സാധിക്കും. UPI പേയ്മെന്റ് ലിമിറ്റ് 1 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി ഉയർത്തിയതിനൊപ്പമാണ് ഈ തീരുമാനവും റിസർവ് ബാങ്ക് സ്വീകരിച്ചത്. RBIയുടെ പുതിയ തീരുമാനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് നികുതിയിൽ നിന്നും രക്ഷ നേടാം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യവസ്ഥകൾ പ്രകാരം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള UPI ഇടപാടുകൾ നികുതിക്ക് വിധേയമായിരുന്നു. എന്നാൽ ഇടപാട് പരിധി 5 ലക്ഷം രൂപയായി ഉയർത്തുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് മാത്രം ഉപയോക്താക്കൾ നികുതി നൽകിയാൽ മതിയാകും. രാജ്യത്ത് കുറഞ്ഞ കാലം കൊണ്ട് UPI സംവിധാനം വൻ ജനപ്രീതി നേടിയിരുന്നു. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളെ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഒന്നിപ്പിക്കുന്ന സംവിധാനമാണ് ഇത്. തടസ്സമില്ലാത്ത പണമിടപാടുകൾ നടത്താൻ UPI അനുവദിക്കുന്നു. പണനയ യോഗത്തിൽ തുടർച്ചയായി 9ാം തവണയും റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. 6.5% റിപ്പോ നിരക്ക്. അതിനാൽ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകുകയില്ല.